അവസരത്തെ നമ്മൾ ദുരുപയോഗം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മറ പെട്ടെന്ന് നീങ്ങൂല, കുറെ പണിയെടുക്കേണ്ടി വരും, എന്നാലും നീങ്ങും. ഇനി ഇത് ചെയ്തത് വെറുതെ ആവൂല. ഇന്നല്ലാഹ യസ്തഹി അൻ യറുദ്ദ ഐദിയ ദാഇ സിഫ്റൻ എന്നല്ലേ? വെറും കൈയോടെ ഒരാളെ മടക്കൽ രാജാതിരാജന് കഴിയൂല എന്ന് ആരാ പറഞ്ഞത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. വെറും കൈയോടെ ഒരു അബദിനെ മടക്കൂല അല്ലാഹു തആല. ഒരാള് ഒരു അമല് ചെയ്തു, ഏത് അമല്? ഫാത്തിഹ അല്ലെങ്കിൽ ബിസ്മി അല്ലെങ്കിൽ ആയത്തുൽ കുർസി അല്ലെങ്കിൽ യാസീന്, ഇങ്ങനെ എന്തോ ഒരു അമല് ചെയ്തു. ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു, 3 തവണ ചെയ്തു, ഫലം കാണുന്നില്ല. ചെയ്തോ? ഇനി ചെയ്തതിനൊക്കെ അല്ലാഹു തആല ഇപ്പോൾ നിനക്കത് പ്രത്യക്ഷത്തിൽ ഫലം കണ്ടില്ല എന്നേ ഉള്ളൂ. ഫലം കാണും, ഫലം അല്ലാഹു വിധിച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് നീ കാണുന്നില്ല എന്നേ ഉള്ളൂ. കൊണ്ട് ഇന്നല്ലാഹ യസ്തഹി അൻ യറുദ്ദ ഐദിയ ദാഇ സിഫ്റാ. വെറും കൈയോടെ ഒരു പ്രാർത്ഥിച്ചവനെ മടക്കൽ അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമാണ്. നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് ഒരാളെ നമ്മൾ വെറും കൈയോടെ മടക്കുവോ? നിസ്സാരനായ നമ്മൾ. അപ്പോൾ മാന്യനായ രാജാവ് മടക്കുവോ? അപ്പോൾ പിന്നെ രാജാതിരാജ മടക്കുവോ? രാജാതിരാജൻ അവന്റെ ഖജനാവ് എത്രയാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അവന്റെ കുർസി എന്ന് പറഞ്ഞാൽ ആകാശ ലോകങ്ങളും അതിലുള്ളതെല്ലാം കൂട്ടിവെച്ചാൽ, അള്ളാഹുവിന്റെ കുർസിയിലേക്ക് ചേർത്ത് വെച്ചാൽ മരുഭൂമിയിൽ ഒരു ഇരുമ്പിന്റെ ഒരു വളയമിട്ടതുപോലെയാണ് ആകാശ ലോകങ്ങൾ. അത്രയും വലുതാണ് അവന്റെ കുർസി. അതിനേക്കാളും വലുതാണ് അവന്റെ അർശ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. അത്ര വലിയ ധനാഢ്യനല്ലേ അല്ലാഹു തആല? അത്ര വലിയ എല്ലാം ഈ ലോകത്തുള്ള ഏതൊരാൾ ചോദിച്ചത് കൊടുത്താലും, എല്ലാവരും ചോദിച്ചു, എല്ലാവർക്കും കൊടുത്താലും അവന്റെ അധികാര കസേരയിൽ നിന്ന്, അവന്റെ ഖജനാവിൽ നിന്ന് ഒരു ഫിൽസ് കുറയാത്തവനല്ലേ അല്ലാഹു തആല? പിന്നെന്താ നമുക്ക് നേരെ വൈകുന്നത്? നമ്മുടെ തന്നെ നേട്ടത്തിന് നമുക്കത് തരാനുള്ള സമയമായിട്ടില്ല. നമ്മളത് ദുരുപയോഗം ചെയ്യും, നമ്മുടെ തന്നെ നാശത്തിന് കാരണമാവും. അത് തന്നെ, അതിന് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ തേടേണ്ടത് തേടിക്കൊണ്ടേ ഇരിക്കന്നെ വേണം. പ്രശ്നങ്ങൾ തീർച്ചയായും പരിഹരിക്കും. ഒരു പ്രാർത്ഥന വെറുതെ ആവൂല. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ വെറുതെ ആവൂല. അത് നമ്മൾ ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. പക്ഷേ അള്ളാഹുവോട് അവൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് മുഖ്ലിസായ ഒരു മനസ്സാണ്. അള്ളാഹുവെ നീ അല്ലാതെ എനിക്ക് പരിഹാരമില്ല, ഇതാണ് മനസ്സ്. അല്ലാതെ കേവലം അതിന്റെ വചനങ്ങൾ ഉരുട്ടിട്ട് കാര്യമില്ല. വചനങ്ങൾ ഒരു നല്ല ആണ്, പക്ഷെ ആ വചനങ്ങൾ ആത്മാർത്ഥമായി ഉരുവിടണം. നീ അല്ലാതെ എനിക്ക് പരിഹാരമില്ല, അള്ളാഹു പരിഹരിക്കും. അവൻ അത്രയും വലിയ കരുണാപരിധിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള അമലുകളെല്ലാം എല്ലാ ആളുകൾക്കും ഇത് തന്നെ മതിയാകും. ഞാൻ ഇന്നതിന്റെ ഉപസംഹാരമായി ചെറിയ ചില അമല് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എമ്പാട് മതിയാവും. ഇതിൽ അവനവന് കഴിവുള്ളത് തിരഞ്ഞെടുത്തത് ദായിമായി അങ്ങനെ കൊണ്ടു നടക്കുക. എന്നാൽ അല്ലാഹു തആല അവന്റെ കൈ പിടിക്കും, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വലിയ കാര്യമൊന്നും വേണ്ടല്ലോ, നമ്മൾ മാന്യമായി ദുനിയാവിൽ ആഖിറത്തിൽ ജീവിച്ചാൽ പോരെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ മാന്യമായി ജീവിക്കുക, ആഖിറത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അല്ലാഹു തആല ചേർത്ത് തരുക. അത് ചേർത്ത് തരും, പേടിക്കണ്ട. അവൻ കരുണാവാരിധിയാണ്. ഇന്നഹു അക്രമുൽ അക്രമീൻ, ഇന്നഹു അജ്വദുൽ അജ്വദീൻ, ഇന്നഹു അർഹമുർ റഹീമീൻ. അവൻ ആരാണവൻ? അവൻ ധർമ്മിഷ്ഠരിൽ ഏറ്റവും വലിയ ധർമ്മിയാണ്. ഔദാര്യം ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്നവനാണ്. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്തവനാണ്. ആര്? അല്ലാഹ്. ബാക്കിയുള്ള കരുണയുടെ കരുണയെല്ലാം അള്ളാഹുവിന്റെ കരുണയിൽ കിട്ടിയതുകൊണ്ടാണ്. അല്ലാതെ ആരാളും കരുണക്കാരനല്ല, അള്ളാഹുവിന്റെ കരുണയിൽ കിട്ടിയതാണ്. അള്ളാഹു ഒഴിവാക്കൂല. നിരാശ ബാധിക്കരുത്, ഒരിക്കലും ഒഴിവാക്കൂല. കഴിയുന്ന ചെയ്താൽ മതി. അതിപ്പോൾ അങ്ങനെ ചെയ്യാം. അവനാണ് കഴിയുന്നത് ചെയ്യാം, അവനവന് കഴിയാത്ത ചെയ്യണ്ട, കഴിയുന്ന ദായമായി ചെയ്യാം. എന്നാലോ ഫലമുണ്ടാവും. ചില അമലുകളൊക്കെ 40 ദിവസം ചെയ്താൽ അതിന് കൃത്യമായ ഫലമുണ്ടാവും. ഉദാഹരണം പറയാം. ഫജ്ർ നിസ്കാരത്തിന്റെ സുബഹി നിസ്കാരത്തിന്റെ ഇടയിലുള്ള ആ 41 ഫാത്തിഹ 40 ദിവസം ചെയ്താൽ ഫലം കൃത്യമായി കാണും. അതേപോലെ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യുന്ന അമലുകള്
പിന്നെ ആയത്തുൽ കുർസി. ഇതിനൊക്കെ ഒരു നിത്യമായ 40 ദിവസം ചെയ്ത് നോക്ക്, ഫലം കാണും. 40 ദിവസം ചെയ്ത് നോക്ക്, ഫലം കാണും. 40 നാലെടുക്ക പ്രത്യേകമായ ദിവസം ഫലവും ഒരു എണ്ണവുമാണല്ലോ, ഫലം കാണും. നിസ്സാരവൽക്കരിക്കരുത്, നിരാശ ബാധിക്കുകയും ചെയ്യരുത്. ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അള്ളാഹുവിന്റെ കരുണ വളരെ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമുക്ക് എളുപ്പം നമ്മളെ എളുപ്പം, വളരെ എളുപ്പം നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ യോഗ്യനാണ്. പിന്നെന്താ ചെയ്യാത്തത്? അള്ളാഹുവിന് നമ്മളെ ഇഷ്ടമാണ്. മാത്രമല്ല അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരു വിളിയുടെ അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരു വിളിയുടെ ഒരു മധുരം ഉണ്ട്. ആ മധുരം ഏറ്റവും വലുതാണ്. അള്ളാഹ് അള്ളാഹ് അള്ളാഹ്. അതൊരു ദുആ അൽ ബാഇസിൽ ഫഖീർ എന്നൊക്കെ ചില ദുആയിൽ കേട്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അങ്ങനത്തെ ദുആ വായിച്ചിരുന്നു. ദുആ അൽ ബാഇസിൽ ഫഖീർ. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന, ഏറ്റവും ദരിദ്രനായിട്ടാണ് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അല്ലാഹ് അല്ലാഹ്, നിന്നെ ഒഴിവാക്കിയത് അല്ലാഹ് എന്നൊക്കെ പറയുമ്പോ ആ അല്ലാഹ് എന്ന വിളിയുടെ ഒരു വിഷമം പിടിച്ചൊരു മനുഷ്യൻ അല്ലാഹ് എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സനുഭവിക്കുന്ന സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അല്ലാഹ്, അവനൊരു റബ്ബുണ്ട്, അവന് സർവയോഗ്യനായ റബ്ബുണ്ട്. ആ റബ്ബാനെ ഒഴിവാക്കൂല, ഒരിക്കലും ഒഴിവാക്കൂല. എന്തുകൊണ്ട്? അവനെ സഹായിച്ചതുകൊണ്ട് റബ്ബിന് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല, റബ്ബനെ ഒഴിവാക്കൂല. പിന്നെന്തുകൊണ്ട്? അതുകൊണ്ടും അവൻ നേടണം. സത്യത്തിൽ റബ്ബ് അവനെ ചില അമലുകൾ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? ഒരു പ്രയാസം കഴിയുമ്പോഴത്തേന് കടഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയെപ്പോലെ നമ്മൾ ശുദ്ധമാകാൻ വേണ്ടിയാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അവസരങ്ങൾ അൽഹംദുലില്ലാഹ് ചില ആയത്തുകൾ ആവർത്തിച്ചോതുക, എന്നിട്ട് അവസാനം ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള ചില പതിവുകൾ ചില മഹാന്മാർ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഒരു വിധം പറഞ്ഞുതരാം. അതൊരു വിധാണ്. അതൊരു വിധം 313 യാസീൻ ഒന്നിച്ചോതുന്ന ആ വിധം കുറച്ച് വലിയ വിധമാണ്. അതല്ല, ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരൊറ്റ യാസീൻ തന്നെ, കൂടുതൽ നേരല്ല, ഒരു യാസീൻ ഓതുക, എന്നിട്ട് ചില ആയത്തുകൾ ആവർത്തിച്ചോതുക. ഉദാഹരണം, യാസീൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ അതിൽ 7 തവണ ഓതുക. പിന്നെ ബാക്കിയുള്ള ആയത്തുകൾ അങ്ങനെ ഓതിപ്പോവുക. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അവിടെ എത്തിയാൽ ആ ആയത്ത് 16 വട്ടം 14 വട്ടം ഓതുക. 14 വട്ടം ഓതുക. പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുക. ആ 14 വട്ടം ഓതി കഴിഞ്ഞാൽ അങ്ങനെ ആദ്യം ഒരു വട്ടം ഔദു ബിസ്മി ഓതി, യാസീൻ എന്ന വാക്ക് മാത്രം 7 വട്ടം ഓതി. പിന്നെ ബാക്കിയുള്ള ആയത്തുകളൊക്കെ സാധാരണ ഓതും പോലെ ഓതി വശംസു തജ്രീന്റെ അവിടെ എത്തുമ്പോൾ അത് 14 വട്ടം 14 വട്ടം ഓതുക. അങ്ങനെ വീണ്ടും മുന്നോട്ട്. ആ 14 കഴിഞ്ഞാൽ വീണ്ടും അത് സാധാരണഗതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമത്താണല്ലോ എല്ലാവർക്കും വേണ്ടത്. അത് 16 വട്ടം ഓതുക. പിന്നെയോ അത് കഴിഞ്ഞാൽ 16 കഴിഞ്ഞാൽ അത് ആദ്യം യാസീൻ എന്ന പദം 7, വശംസു തജ്രീന്റെ അവിടെ എത്തിയാൽ അത് 14, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 16. വീണ്ടും മുന്നോട്ട് പോവുക സാധാരണഗതിയിൽ. പിന്നെ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ. ആകാശഭൂമികളെ പടച്ചവൻ ഇതായി, തത്തുല്യം നിങ്ങൾക്ക് തുല്യപ്പെട്ടവനെ പടക്കാൻ യോഗ്യരല്ലേ, കഴിവുള്ളവനല്ലേ. ബല അവിടെ എത്തിയാൽ ആ ആയത്ത് 4 വട്ടം ഓതുക. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം എന്ന ആയത്ത് 4 വട്ടം ഓതുക. പിന്നെ സാധാരണ നിലയിൽ പൂർത്തിയാക്കുക. അപ്പോൾ 41 വട്ടമായി ആവർത്തിച്ചത്. യാസീൻ എന്ന പദം 7 വട്ടം. അത് 14. 7ഉം 14ഉം എത്രയായി? 21ആയി. പിന്നെയോ പിന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നത് 16. 21 16 എത്ര? 37. പിന്നെ എന്ത് ചെയ്തു? അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം 4. 37 4
41 ഒറ്റ ഇരുത്തം ചെയ്യാം. ഇത് മഹാന്മാർ ഉപദേശിക്കാറുണ്ട്. പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് യാസീൻ ഒറ്റട്ടൂര അത്രേ കഴിയുള്ളെങ്കിൽ 313 ഓടുക, 111 ഓടുക, 100 ഓടുക, 41 ഓടുക, അതൊക്കെ വേറെയുള്ള അമലുകളാണ്, വലിയ അമലുകളുമാണ്. ഒറ്റ ഓടാൻ നേരമുള്ളൂ. ഒരു പ്രയാസത്തിന് മുന്നിൽ വന്ന് പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ഒറ്റ യാസീൻ ഇങ്ങനെ ചെയ്താലും വലിയ ഫലമുണ്ടാവും എന്ന് മഹാന്മാർ പല ആളുകളെയും ഉപദേശിച്ചതായി കാണാൻ കഴിയും. ഇന്ന് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, അതേപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്വലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ഈ യാസീനോടനുബന്ധിച്ച നിസ്കാരങ്ങൾ ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. അതേതാ? അതെങ്ങനെയാ? തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും ബുദ്ധിമുട്ടുകൾ തീരാനും വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം അനുവദനീയമായ ഏത് സമയത്തും ഇത് ചെയ്യാം. നിസ്കാരം അനുവദനീയമായി പകലോ രാത്രി ഏത് സമയത്തും ചെയ്യാം. ആ 2 റക്അത്ത് എങ്ങനെ ചെയ്യേണ്ടത്? ഫാത്തിഹ 7 വട്ടം. ഫാത്തിഹ കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 7 വട്ടം ചിന്തിക്കാം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ 7, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ 7. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ 7, സൂറത്തുൽ ഇഖ്ലാസ് 7. അങ്ങനെ 2 റക്അത്ത്. അതായത് ആദ്യത്തെ റക്അത്തില് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം 7 തവണ ഫാത്തിഹ ഓതുക, 7 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതുക. എന്നിട്ട് ആ റക്അത്ത് സാധാരണയായി റക്അത്തായി നിസ്കരിച്ച് വീണ്ടും 2ാമത്തെ റക്അത്തിലേക്ക് വരിക. 2ാമത്തെ റക്അത്തിലും എന്ത് ചെയ്യുക? 7 ഫാത്തിഹ ഓതുക, 7 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. എന്നിട്ട് സാധാരണ പോലെ നിസ്കരിച്ച് 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടുക. എന്നിട്ട് വയഖ്റഉ സൂറത്ത് യാസീൻ, ഒരു യാസീൻ ഓതുക. വയുസല്ലി അലൻ നബിയിൽ മുസ്തഫ ഖദറ മാ തസ്തതിഉ ഔ തഖ്റഉ സൂറത്ത് യാസീൻ 3 മററാത്തിൻ വതുസല്ലി അലൻ നബി ഖദറ മാ തസ്തതിഉ. ഒന്നിരിക്കൽ 1 വട്ടം യാസീൻ ഓതുക, പിന്നെ കഴിഞ്ഞത്ര സ്വലാത്തില്ല. അല്ലെങ്കിൽ ഒരു 3 യാസീൻ ഓതുക, കഴിഞ്ഞത്ര സ്വലാത്തില്ല. ദുആ ചെയ്യുക. ഇതും ഒരു വഴിയാണ്, ഇതൊരു വഴിയാണ് എന്നും മഹാന്മാർ ഉപദേശിക്കാറുണ്ട്. യാസീന്റെ 2 വഴി. ഒന്ന് ആദ്യം പറഞ്ഞു, ഒരു പ്രത്യേക അദദ് കണക്കാക്കിയിട്ട് അത് ആവർത്തിച്ച് ചൊല്ലിയിട്ട് ഇടക്കിടക്ക് ദുആ ചെയ്യുക. ഓരോ യാസീൻ കഴിയുമ്പോൾ ദുആ ചെയ്യുക. 2 യാസീനിലെ ചില ആയത്തുകൾ ആവർത്തിച്ചിട്ട് ദുആ ചെയ്യുക. 3 നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരു യാസീൻ ഓതുക. യാസീന് വേണ്ടി മുമ്പ് ആദ്യം നിസ്കരിക്കുക, എന്നിട്ട് ഒരു യാസീൻ ഓതുക. നിങ്ങൾ റസൂലുള്ളാഹിക്ക് കുറച്ച് സ്വലാത്തില്ല, ദുആ ചെയ്യുക. അല്ലെങ്കിൽ 3 യാസീൻ ഓതുക, റസൂലുള്ളാഹിക്ക് കുറച്ച് സ്വലാത്തില്ല, നിങ്ങൾ ദുആ ചെയ്യുക. പ്രശ്നം പരിഹരിക്കും. ഇങ്ങനെ ആയിരക്കണക്കായ വിധങ്ങൾ ഉണ്ട്. ഈ വിധങ്ങൾ ഇനി വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ആയിരക്കണക്കായ വിധങ്ങൾ ഉണ്ട്. ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല. അത് പറഞ്ഞാൽ തീരാത്ത കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കും. ധാരാളം ആളുകൾ ഇതൊക്കെ ലക്ഷ്യം കണ്ട സംഗതികളാണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി മനുഷ്യർ നടത്തിപ്പോകുന്ന അമലുകളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യം നമുക്ക് എളുപ്പമാവും. ഒരുപാട് അധ്യായങ്ങൾ ഇതുപോലെ ഫളലുകൾ ഉള്ളത്. എല്ലാ അധ്യായത്തിനും ഫളലുണ്ട്. ചില വിഷയങ്ങൾക്ക് ചില വിധങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ഫലങ്ങളുണ്ടാവും. സിഹർ അടക്കം ബാത്തിലാവും. സിഹർ ബാത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിന് ഒന്നിരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടയച്ചു തരും. അല്ലെങ്കിലോ ചിലപ്പോൾ ഒരാളെ നമ്മൾക്ക് കണ്ണിൽ കാണിച്ചു തരും. അതുവഴി അത് നിസ്സാരമായിട്ട് പരിഹരിക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ എന്ത് വേണം? ഇവിടെയൊക്കെ മർമ്മപ്പെട്ട ഒരു കാര്യം കൂടി വേണ്ടതുണ്ട്. മർമ്മപ്പെട്ട കാര്യം 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. പടച്ചോനെ പേടിക്കുക, അള്ളാഹുവിനെ പേടിച്ച് നിസ്കരിക്കുക, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഹലാല് കൊണ്ട് തൃപ്തിപ്പെടുക, ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. അഊദു ബില്ലാഹ്. ഹറാമിനെ തൊട്ടും വൻദോഷങ്ങളെ തൊട്ടും നമ്മളെ വിചാരങ്ങൾ കൊണ്ടുണ്ടായ തെറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും നമുക്ക് മാപ്പ് ചെയ്തു തരുകയും ചെയ്യട്ടെ. അള്ളാഹ് നമുക്ക് മാപ്പ് ചെയ്യണമേ. അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അമൽ ചെയ്യുക. അമൽ ചെയ്യുമ്പോൾ വെറും അമൽ മാത്രമാകരുത്. ഒരു അമലാണ് ചെയ്യുക, പിന്നെയും സിനിമയ്ക്ക് ഇരിക്കുക. അങ്ങനെയല്ല. ഒരു അമലാണ് ചെയ്തു പിന്നെ അടുത്ത പരിപാടിക്ക് വീണ്ടും തോന്നിയാസത്തിന് അങ്ങനെയല്ല.
അവന്റെ ജീവിതത്തിന്റെ ചിട്ടകളൊക്കെ ഒന്ന് മാറ്റുക. 5 വക്ത് നിസ്കരിക്കുക, ഖുർആൻ അവലംബിക്കുക, ഖുർആൻ ഓതുക, ഖത്തം തീർത്ത് ദുആ ചെയ്യുക. ഇടക്കിടക്ക് ഖത്തം ഖുർആൻ ഖത്തം തീർക്കാൻ വേണ്ടി നിയത്ത് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള അമലുകൾ ചെയ്യുക. രാത്രിയായാൽ വാഖിഅ ഓതുക. നമുക്കറിയാലോ സൂറത്തുൽ വാഖിഅ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സൂറത്തുൽ ഗിന, സമൃദ്ധിയും സമ്പത്തും കൊണ്ടുവരുന്ന അധ്യായമാണ്. നമുക്ക് മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ ചെയ്യുക. പരലോകത്തെ സമ്പത്താണ് സൂറത്തു തബാറക ഓതുക, വാഖിഅ ഓതുക, ഇതൊക്കെ ചെയ്യുക. അങ്ങനെ നിത്യജീവിതത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. മനുഷ്യരോട് നല്ല രൂപത്തിൽ പെരുമാറുക, സാധുക്കളോട് സഹകരിക്കുക, തന്റെ ധനത്തിൽ നിന്ന് സാധുക്കൾക്ക് കൊടുക്കുക, കടം വീട്ടാളുകൾ കടം വീട്ടുക, പാവപ്പെട്ട മനുഷ്യന്മാരെ വേദനകൾ അകറ്റാൻ ശ്രമിക്കുക, ബുദ്ധിമുട്ടിയവരിന് നല്ല നിലക്കെങ്കിലും വാക്യം കൊണ്ടുവന്ന് സഹകരിക്കുക, നാട്ടിലെ നന്മ കൊണ്ട് സഹകരിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പറയുക, ഇബ്ലീസിന്റെ വഴികളെ കെട്ടിയിടുക, ദേശങ്ങളെ കുറക്കുക, നാനാജാതി മതസ്ഥർക്കും നന്മ ചെയ്യുക, ജാതി മതഭേദമന്യ മനുഷ്യർക്ക് നന്മ ചെയ്യുക. ഏത് ജാതി മനുഷ്യരാണെങ്കിലും അവരൊക്കെ പടച്ചോന്റെ പടപ്പുകളാണ്. അവരോട് ശത്രുത വെച്ച് നടക്കാതിരിക്കുക. അവനെന്തായാലും അവൻ ആരായാലും അവനോട് ഇങ്ങോട്ട് ശത്രു ഉണ്ട്, നീ അങ്ങോട്ട് ശത്രു വെക്കണ്ട. അത് അവന്റെ ബുദ്ധിമോശം. അവന്റെ ബുദ്ധിമോശം. അവൻ RSSകാരനാണ്, അവൻ എന്നെ തലവട്ടം വിചാരിച്ച് നടക്കാണ്. അത് അവന്റെ ബുദ്ധിമോശം. നീ തിരിച്ചു അങ്ങനെ ചെയ്യരുത്. എങ്കിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. മനുഷ്യന്റെ മനസ്സ് മാറും. പടച്ചതമ്പുരാനിൽ എല്ലാവർക്കും നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നന്മ കൊണ്ട് സഹകരിക്കുക, നന്മ കൊണ്ട് സഹകരിക്കുക. ഏത് ശത്രുവിനോടും മാന്യമായി പെരുമാറുക. അതേപോലെ തന്നെ അയൽവാസികൾക്ക് നല്ലത് പറയിപ്പിക്കുക. അയാളുണ്ടെങ്കിൽ നമ്മളൊന്ന് മരിച്ചാൽ അവർക്ക് അയാളുണ്ടെങ്കിൽ അപ്പെണ്ണുണ്ടെങ്കിൽ എന്ന് അവർക്ക് തോന്നണം. ഇങ്ങനെയൊക്കെ ആയാൽ ഈ അമലുകൾ എളുപ്പം ഉപകരിക്കും. ചില അമലുകളിൽ നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അമൽ ഉപകരിക്കും. എന്തുകൊണ്ട്? അതിന്റെ മോക്കലീങ്ങളായ മലക്കുകൾ ഉണ്ടാവും. ആ മലക്കുകൾക്ക് ഇയാളെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാവും. അവർ ഇസ്തിഗ്ഫാർ ചെയ്യും, അവർ അള്ളാഹിനോട് പറയും, ശുപാർശ ചെയ്യും, കാര്യങ്ങൾ പരിഹരിക്കും. അല്ലാഹു തആല നേരത്തെ തന്നെ ഇവന്റെ ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ട്. ഈ അമലിന് കൈ നീട്ടിയപ്പോൾ പെട്ടെന്ന് അല്ലാഹു പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. നിസ്കാരത്തിലാണ്, വീട്ടിലെ പെരുമാറ്റങ്ങൾ. ബാങ്ക് കൊടുത്താൽ പള്ളി പോകണം, പള്ളി പോകാൻ കഴിയില്ല, എന്നാ വീട്ടിൽ നിസ്കരിക്കണം. നിത്യജീവിതത്തിൽ പടച്ചവനെ പേടി കൊണ്ടുവരിക. ഹലാലായ സമ്പത്ത് മതിയെന്ന് മതിയാക്കുക. പിന്നെ തന്നാൽ കഴിയുന്ന വിധത്തിൽ നന്മ ചെയ്യുക. ഇതൊക്കെ മനുഷ്യന് ഏത് അമലും ഉപകരിക്കാൻ സബബുകളാണ്. അങ്ങനെയൊക്കെ ആയാൽ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും.